ഹായ്. ക്രാഫ്റ്റ് ട്യൂമിൻ്റെ ഹെന്ന ഹെയർ പേസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ. യാതൊരുവിധ കെമിക്കലും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെയാണ് പ്രൊഡക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹെന്ന സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്ന, നെല്ലിക്ക, ശീക്കാക്കായ്, ഒലിവ് ഓയിൽ എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തു വരുന്നത്. മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് മുൻകാലങ്ങൾ തൊട്ടേ നമ്മൾ പ്രകൃതിദത്ത ചായം എന്നറിയപ്പെടുന്ന നീലമരിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫുൾ സെറ്റ് ഹെന്നയ്ക്ക് 395 രൂപയാണ് വില വരുന്നത്. ഒരു ഫുൾ ഹെന്ന സെറ്റിൽ 250 ഗ്രാമിൻ്റെ ഹെന്ന പേസ്റ്റും 50 ഗ്രാമിൻ്റെ നീലമരിയും അതുപോലെ തന്നെ ഗ്ലൗസുകൾ, ക്യാപ്പുകൾ, ഇൻസ്ട്രക്ഷൻ കാർഡ് എന്നിവയാണ് ഉണ്ടാവുക. കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹെന്ന പേസ്റ്റ് രൂപത്തിലായതുകൊണ്ടും ഹെന്ന ഫ്രീസറിനകത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. 3 മാസത്തോളം ഫ്രീസറിനകത്ത് ഹെന്ന കേടുകൂടാതെ ഇരിക്കും. എന്നാൽ ഇതിനൊപ്പമുള്ള നീലമരി തണവും ഈർപ്പവും നനവും ഒന്നും തട്ടാത്ത ഒരു സ്ഥലത്ത് സേഫായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. തണവ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീലമരിയുടെ സ്റ്റെയിൻ കിട്ടാതെയാവും. അതുപോലെ തന്നെ ഹെന്ന യൂസ് ചെയ്ത ആദ്യ ദിവസം നരച്ച മുടിയിൽ ഹെന്നയുടെ സ്റ്റെയിനും രണ്ടാമത്തെ ദിവസം നീലമരി കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് സ്വാഭാവികമായ കറുപ്പ് നിറവും ലഭിക്കുന്നത്. അതുപോലെ തന്നെ 3 ആഴ്ചയോളം നമുക്ക് ഈ നിറം ലാസ്റ്റ് ചെയ്ത് കിട്ടും. മുടിയിൽ യൂസ് ചെയ്യുന്ന ഓയിൽ, ഷാംപൂ, ഹെയർ ജെൽ, ഹെയർ ക്രീമുകൾ, അതുപോലെ ഹെയർ സിറം എന്നിവ മുടിയുടെ കറുപ്പ് നിറം ഫെയ്ഡ് ആകാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം ചെറുതായി കുറയ്ക്കുന്നത് മുടിയിലെ കറുപ്പ് നിറം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഹെന്ന യൂസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷണർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് തലമുടിയിലെ ഓയിലും അഴുക്കുകളൊക്കെ കളയുക. മുടി ഉണങ്ങിയ ശേഷം ഹെന്ന പേസ്റ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹെന്ന പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ സ്റ്റെയിൻ ആവാതിരിക്കാനായിട്ട് ഗ്ലൗസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഹെന്ന ഇട്ടതിന് ശേഷം ക്യാപ്പ് ഉപയോഗിച്ച് തലമുടി കവറും ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. വാഷ് ചെയ്യാനായിട്ട് സോപ്പ്, ഷാംപൂ എന്നിവ ഉപയോഗിക്കരുത്. ഹെന്നയിട്ട് 24 മണിക്കൂർ ശേഷം മാത്രം നീലമരി തലമുടിയിൽ അപ്ലൈ ചെയ്യുക. ഹെന്നയും നീലമരിയും ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ തലമുടിയിൽ ഒട്ടും ഓയിൽ ഉണ്ടാവാനും പാടില്ല. ഓയിലുള്ള മുടിയിൽ നീലമരിയുടെ കളറ് പിടിക്കില്ല. ഇനി എങ്ങനെയാണ് നീലമരി യൂസ് ചെയ്യണമെന്ന് നോക്കാം. ആവശ്യത്തിന് നീലമരി പൗഡർ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കുക. മിക്സ് ചെയ്ത നീലമരി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാതെ പെട്ടെന്ന് തന്നെ തലമുടിയിൽ അപ്ലൈ ചെയ്യുക. 1 മണിക്കൂറിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകി കളയാം. കഴുകാനായിട്ട് ഷാംപൂ, സോപ്പ് എന്നിവ യൂസ് ചെയ്യരുത്. നീലമരി തണുപ്പും ഈർപ്പവും വെള്ളവും ഇല്ലാത്തിടത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. നനവുള്ള സ്പൂൺ ഉപയോഗിച്ച് നീലമരി എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ഹെന്ന പേസ്റ്റ് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടിൽ പൊട്ടിച്ചാലും ഇല്ലെങ്കിലും കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ ഹെന്ന ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യുക. 3 മാസത്തോളം ഹെന്ന ഫ്രീസറിൽ വെച്ചിട്ട് കേടുകൂടാതെ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഹെന്ന ഉപയോഗിക്കുന്നതിന് വേണ്ടി തലേദിവസം രാത്രി പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ മോർണിംഗ് ആകുമ്പോഴേക്കും ഐസ് വിട്ട് തണവ് മാറിയ ഹെന്ന പേസ്റ്റ് രൂപത്തിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് റെഡിയാവും. യൂസ് ചെയ്ത ശേഷം ബാക്കി വരുന്ന ഹെന്ന വീണ്ടും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതുമാണ്. കെമിക്കൽ ഡൈ യൂസ് ചെയ്തവരിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് പാർലറുകളിൽ നിന്നും എടുത്തിട്ടുള്ളവരിലും കെമിക്കലിൻ്റെ സാന്നിധ്യം അവരുടെ മുടിയിൽ ഉള്ളതുകൊണ്ട് ചിലർക്ക് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാം സ്കിൻ ടൈപ്പുകൾ പലതരത്തിലുണ്ടെന്ന്. അതുപോലെ തന്നെ ഹെയർ ടൈപ്പിലും വ്യത്യാസങ്ങളുണ്ട്. മുടിയുടെ തിക്നെസ് കൊണ്ടും ഹെയർ ടൈപ്പിലെ വ്യത്യാസം കൊണ്ടും ചിലർക്ക് ഹെന്ന സ്റ്റെയിൻ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്.